Hello friends, welcome to us for online PSC coaching. ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 4 ഡിസ്കഷൻ ആണ്. ഇന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിലാണ്. ഇന്നത്തെ മെയിൻ പോർഷൻസ് എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ്, സർഫസ് ടെൻഷൻ, കാപ്പിലാരിറ്റി എന്നുള്ളതിനാണ്. അതിനെ പറ്റിയുള്ള ചെറിയ ബ്രീഫ് ഡിസ്ക്രിപ്ഷനും അതിൽ വരുന്ന മാക്സിമം ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. The first question, determine the bulk modulus of elasticity of a liquid which is compressed in a cylinder from a volume of 0.0125 meter cube at 80 Newton per centimeter square pressure to a volume of 0.0124 meter cube at 150 Newton per centimeter square pressure. So, this question is bulk modulus. Bulk modulus equation it is the increase in pressure divided by volumetric strain. So, what is increase in pressure? That is a liquid in a cylinder compress compress pressure 80 Newton and 150 Newton pressure. So, that change in increase in pressure. പിന്നെ വോളിമെട്രിക് സ്ട്രെയിൻ ആണല്ലോ. വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ വോളിയം. അതായത് പ്രഷർ അപ്ലൈ വോളിയം എത്രമാത്രം മാറി. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 0.0125 0.124 മാറിയിട്ടുണ്ട്. സോ ആ ചേഞ്ചിനെയാണ് ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുക. ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം. ഒറിജിനൽ വോളിയം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 0.0125 തന്നെയാണ്. സോ ഇത് സോൾവ് ചെയ്താൽ ഈ ബൾക്ക് മോഡുലസ് കാണാൻ പറ്റും. സോ ആദ്യം നോക്കാം ഇൻക്രീസ് ഇൻ പ്രഷർ എന്താണെന്ന് നോക്കാം. ഇൻക്രീസ് ഇൻ പ്രഷർ ഈസ് ഈക്വൽ ടു, so pressure പറഞ്ഞത് 80 നിന്ന് 150 മാറി. So it will be 150 minus 80, it will be 70 Newton per centimeter square. അതാണ് increase in pressure. ഇനി വോളിമെട്രിക് സ്ട്രെയിൻ കാണാം. വോളിമെട്രിക് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.0125 0.0124 ആയി മാറി. ദാറ്റ് ഈസ് 0.0125 മൈനസ് 0.0124. ഇതാണ് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന വോളിയം എന്ന് പറഞ്ഞാൽ 0.0125 തന്നെയാണ്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.008 എന്ന് കിട്ടും. ഇതാണ് ഇതിന് യൂണിറ്റ് ഉണ്ടാവില്ല, കാരണം ടോപ്പിൽ വോളിയമാണ് താഴത്തും വോളിയമാണ്. അപ്പം അതിന് യൂണിറ്റ് കട്ട് ചെയ്ത് പോകും. മീറ്റർ ക്യൂബ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ അതിന് യൂണിറ്റ് ഉണ്ടാവില്ല. സോ ഇനി ബൾക്ക് മോഡുലസ് കണ്ടോക്കാം. ബൾക്ക് മോഡുലസ് വിൽ ബി ബൾക്ക് മോഡുലസ് സാധാരണ കെ എന്ന് പറഞ്ഞാൽ നോട്ടേറ്റ് ചെയ്യാറ്. ബൾക്ക് മോഡുലസ് കെ ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ പ്രഷർ ദാറ്റ് ഈസ് 70 ഡിവൈഡ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ ദാറ്റ് ഈസ് 0.008. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 8750 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് വരിക. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് എ ലിക്വിഡ് ഇഫ് ദ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 70 Newton per centimeter square to 130 Newton per centimeter square. The volume decreases by 0.15%. സോ ഇക്വേഷൻ സെയിം തന്നെയാണ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ പ്രഷർ ഡിവൈഡ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ എന്നാണ്. സോ ഇവിടെ പറഞ്ഞ ഇൻക്രീസ് ഇൻ പ്രഷർ എത്രയാണ് നോക്കാം. ഇൻക്രീസ് ഇൻ പ്രഷർ ഈസ് ഈക്വൽ ടു പറഞ്ഞത് 70 നിന്ന് 130 ആയിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി 130 മൈനസ് 70, ഇറ്റ് വിൽ ബി 60 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് വോളിയം ഡിക്രീസസ് ബൈ 0.15% എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിന്നിട്ടുണ്ട് എത്രമാത്രം ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഡിക്രീസ് ഇൻ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ വോളിയം ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ആണ്. സോ ഇറ്റ് വിൽ ബി 0.15 ഡിവൈഡ് ബൈ 100. സോ ഇനി ബൾക്ക് മോഡുലസ് കണ്ടാൽ മതി. ഡയറക്റ്റ് ആയിട്ട് ബൾക്ക് മോഡുലസ് കണ്ടാൽ മതി. ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ പ്രഷർ ദാറ്റ് ഈസ് 60 ഡിവൈഡ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ അതാണ് 0.15 ഡിവൈഡ് ബൈ 100. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 40,000 എന്നാണ്. 40,000 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരിക. Now, question, find the surface tension in a liquid jet of diameter 30 mm when the inside pressure is 3 Newton per meter square above the atmospheric pressure. So, ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് ആദ്യം എന്താണ് സർഫസ് ടെൻഷൻ എന്ന് പറയാം. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡിൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു വേറൊരു ലെയറുമായി കിടക്കുന്ന ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ലിക്വിഡിൽ കണ്ടുവരുന്ന ഒരു ഫിനോമിനാണ് സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഒരു ജാറിൽ ഒരു വെള്ളം നിറച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഇൻസൈഡിൽ കാണുന്ന, അതായത് ഏറ്റവും താഴെ അല്ലെങ്കിൽ മിഡിലൊക്കെ കാണുന്ന, മീൻസ് എയറിനോട് എക്സ്പോസ് ചെയ്യാത്ത എല്ലാ ഭാഗത്തും ഈ ഒരു മോളിക്യൂളിനും എല്ലാ സൈഡിലോട്ടും എല്ലാ ഡയറക്ഷനിലോട്ടും ഒരു പുള്ളുണ്ടാവും. തൊട്ടടുത്തുള്ള ഒരു മോളിക്യൂളിൽ നിന്ന് ഇതിലോട്ടും അതേപോലെ അങ്ങോട്ടും ഒരു പുള്ള് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും.
അപ്പം എല്ലാ ഒരു പോർഷൻസിലും സെയിം തന്നെയായിരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ ഏറ്റവും ടോപ്പ് ലെയർ വിച്ച് ഈസ് എക്സ്പോസ് ടു ദ ഫ്രീ സർഫസിനോട് എക്സ്പോസ് ചെയ്ത് കിടക്കുന്ന ഏറ്റവും ടോപ്പ് ലെയറിൽ മുകളിലോട്ട് പ്രഷർ ഉണ്ടാവില്ല. മുകളിലോട്ട് കാരണം അവിടെ വാട്ടർ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ താഴോട്ടും സൈഡിലോട്ടും നല്ല ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഈ ഒരു ഫിനോമിനൻ കാരണം ഈ വാട്ടർ ഏറ്റവും ടോപ്പിലെ ഈ ലെയർ ഒരു സ്ട്രെച്ചഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് സൈഡിലോട്ടുള്ള നല്ലൊരു പുള്ളും താഴോട്ടുള്ള ഒരു പുള്ളുണ്ടാവും. സോ അതിന് റിസൾട്ടന്റ് മൊത്തം വരുന്നത് താഴോട്ടാണ്. അപ്പം ഒരു സ്ട്രെച്ചഡ് മെംബ്രെയിൻ, ഒരു മെംബ്രെയിൻ വലിച്ചു പിടിച്ച പോലെ ഉണ്ടാവും ഏറ്റവും ടോപ്പ് ലെയർ. അതാണ് ആ ഒരു ഫിനോമിനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. സോ ഈ സർഫസ് ടെൻഷൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ട് പറയാവുന്ന നമ്മൾ കാണുന്ന ഒരു എക്സാമ്പിളാണ് ഈ വാട്ടർ സ്ട്രൈഡ് പറയുന്ന ഒരു ജീവി. ഈ ഒരു ഇൻസെക്റ്റ് വെള്ളത്തിലൂടെ വാക്ക് ചെയ്ത് പോകും. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ വാട്ടർ സ്ട്രൈഡ് വെള്ളത്തിലൂടെ ഇങ്ങനെ വാക്ക് ചെയ്ത് പോകുന്നത്. സോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വെയിറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ അതിന് ഈ സർഫസ് ടെൻഷൻ കാരണം ഉണ്ടാകുന്ന മെംബ്രെയിൻ ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് അതിന് ഈ ഇതിലൂടെ വാക്ക് ചെയ്യാൻ പറ്റുന്നത്, വാട്ടറിലൂടെ വാക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ കണ്ടാൽ മനസ്സിലാവും, അത് ഇതിൻ്റെ ലെഗ്സ് എല്ലാം കണ്ടാൽ മനസ്സിലാവും, ഒരു മെംബ്രെയിൻ പോലെ ഇവിടെ കാണുന്നത് മനസ്സിലാവും. അപ്പം അത് എല്ലാം ഈ സർഫസ് ടെൻഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. വേറെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂടുവെള്ളത്തിൽ ഡ്രസ്സ് അലക്കി കഴിഞ്ഞാൽ ഡേർട്ട് പെട്ടെന്ന് പോകുമെന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ സർഫസ് ടെൻഷൻ ഉണ്ടാകുമ്പം ഇത് താഴോട്ട് സൈഡിലോട്ട് ഇങ്ങനെ ചുരുങ്ങാനാണ് നോക്കുക. ഏറ്റവും ടോപ്പിലുള്ള ലെയർ ഒന്ന് ഷ്രിങ്ക് ചെയ്യാൻ നോക്കും. അങ്ങനെ ഷ്രിങ്ക് ചെയ്യുമ്പം ഇതിൻ്റെ സർഫസ് ഏരിയ കുറയാണ്, വാട്ടറിൻ്റെ സർഫസ് ഏരിയ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലാണ് ഈ വാഷിംഗ് നടക്കുന്നത് വെച്ചാൽ ഈ ചൂടുവെള്ളം, ഈ ഹോട്ട് വാട്ടർ എന്ത് ചെയ്യും, ഈ സർഫസ് ടെൻഷൻ മെംബ്രെയിനെ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർഫസ് ഏരിയ കൂടും. അങ്ങനെ സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ ഡേർട്ട് പെട്ടെന്ന് ഇളകി പോകുന്നതാണ് പറയുന്നത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ബേസിലാണ് ഡിറ്റർജൻറ്റ് പൗഡർ വർക്ക് ചെയ്യുന്നത്. ഡിറ്റർജൻറ്റ് പൗഡർ വർക്ക് ചെയ്യാൻ കോൾഡ് വാട്ടറിൽ ഇതേ ഒരു ആപ്ലിക്കേഷനാണ് നടത്തുന്നത്. അപ്പോൾ ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ ഡെറ്റോൾ എല്ലാം ആഡ് ചെയ്യുമ്പം അവിടെ സർഫസ് ടെൻഷൻ കുറക്കുമെന്നാണ് പറയുന്നത്. ഈ ചൂടുവെള്ളത്തിൻ്റെ അതേ ഒരു സംഭവം റീമേക്ക് ചെയ്യണം, അവിടെ വേറൊരു രീതിയിൽ റീമേക്ക് ചെയ്യണം അവിടെ. സോ ഡിറ്റർജൻറ്റ് ആഡ് ചെയ്യുമ്പം അവിടെ സർഫസ് ടെൻഷൻ്റെ ബ്രേക്ക് ചെയ്തിട്ടാണ് വാഷിംഗ് നടക്കുന്നത്. വേറൊരു ആപ്ലിക്കേഷനാണ് ഈ മോസ്കിറ്റോ എഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ കാരണം സർഫസിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അതായത് അത് സിങ്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന് ബ്രീഡിങ് നടക്കില്ല. അതായത് അത് ബ്രീഡിങ് നടക്കാത്തതുകൊണ്ട് തന്നെ അത് നശിച്ചു പോകും. സോ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുക ചെയ്യാറ്. ഇങ്ങനെ കൊതുകിൻ്റെ എഗ്സ് എല്ലാം നിൽക്കുന്ന സ്ഥലത്ത് മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ മണ്ണെണ്ണ ഹാർംഫുൾ ആയതുകൊണ്ട് നശിച്ചു പോകുന്നതല്ല ഇത് ശരിക്കും. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പം അവിടെ സർഫസ് ടെൻഷൻ മെംബ്രെയിൻ ബ്രേക്ക് ആവും. അങ്ങനെ മെംബ്രെയിൻ ബ്രേക്ക് കഴിഞ്ഞാൽ ഈ എഗ്സ് എല്ലാം സിങ്ക് ആവും. അങ്ങനെ സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രീഡിങ് നിൽക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സർഫസ് ടെൻഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സർഫസ് ടെൻഷൻ ഇൻ എ ലിക്വിഡ് ജെറ്റ് ഓഫ് ഡയമീറ്റർ 30 mm when the inside pressure is 3 Newton/meter square above atmospheric pressure. സോ ഇവിടെ ഇക്വേഷൻ വരുന്നത് 3 ടൈപ്പ് ഇക്വേഷൻ ആണ്, 3 കേസാണ് ഇവിടെ വരുന്നത്. അതായത് ഇതിപ്പോൾ തന്നെ പറഞ്ഞു പോകാം. ലിക്വിഡ് ജെറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P = 2 σ/d. എന്താണ് P എന്ന് പറഞ്ഞാൽ? P എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്. പക്ഷെ വെറും പ്രഷർ എന്ന് മാത്രം പറയരുത്. ഇറ്റ് ഈസ് എ പ്രഷർ ഇൻ എക്സസ് ഓഫ് ഔട്ട്സൈഡ് പ്രഷർ. ഔട്ട്സൈഡ് പ്രഷറിനേക്കാളും എത്രമാത്രം കൂടുതലുണ്ട് അതിനെയാണ് P എന്ന് പറയുക. സോ പ്രഷർ ഇൻ എക്സസ് ഓഫ് ഔട്ട്സൈഡ് പ്രഷർ, അതാണ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സർഫസ് ടെൻഷൻ. D എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ ആണ്. അതാണ് ലിക്വിഡ് ജെറ്റിൻ്റെ ഒരു കേസ് വരുന്നത്. ഇനി ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ആണെങ്കിൽ ഇത് ഇക്വേഷൻ മാറും. ഇറ്റ് വിൽ ബി P = 4 σ/d എന്നാവും. അതേപോലെ മൂന്നാമത്തെ ഒരു കേസാണ് സോപ്പ് ബബിൾ എന്ന് പറയുമ്പോൾ P = 8 σ/d എന്നാവും. അങ്ങനെ ഈ 3 കേസാണ് ഈ സർഫസ് ടെൻഷനിൽ വരുന്നത്. ഈ 3 ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ സർഫസ് ടെൻഷന് മിക്ക പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലിക്വിഡ് ജെറ്റ് ആണെങ്കിൽ 2 σ/d, ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് 4 σ/d ആൻഡ് സോപ്പ് ബബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് 8 σ/d. ഇനി ഇക്വേഷൻ ഈ ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ സർഫസ് ടെൻഷൻ ഇൻ ലിക്വിഡ് ജെറ്റ് എന്നാണ് പറഞ്ഞത്. സോ ലിക്വിഡ് ജെറ്റ് എന്നാകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരിക 2 σ/d തന്നെയാണ് അതിൻ്റെ ഇക്വേഷൻ വരിക. ഇനി അത് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ D എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് 30 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. 30 mm എന്ന് പറഞ്ഞത് നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 30 × 10⁻³ മീറ്റർ എന്നാവും. ഇനി അടുത്തത് പറഞ്ഞത് when the inside pressure is 3 Newton/meter² above the atmospheric pressure. സോ ആ Pയുടെ ഡെഫിനിഷൻ കറക്റ്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു Pയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വെറും പ്രഷർ അല്ല, ഇറ്റ് ഈസ് എ പ്രഷർ ഇൻ എക്സസ് ഓഫ് ഔട്ട്സൈഡ് പ്രഷർ. പുറത്തുള്ള പ്രഷറിനേക്കാളും കൂടുതലല്ല, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. സോ P എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3 Newton/meter² എന്നാണ്. ഇനി കാണേണ്ടത് നമുക്ക് ഇവിടെ
സർഫസ് ടെൻഷൻ ആണ് കാണേണ്ടത്. സോ ഈ ഇക്വേഷൻ P is equal to 2 sigma by D എന്ന് സർഫസ് ടെൻഷൻ കാണണമെങ്കിൽ ഇറ്റ് വിൽ ബി സിഗ്മ വിൽ ബി P into D divided by 2. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇറ്റ് വിൽ ബി 3 into 30 into 10 raised to minus 3 divided by 2. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.045 ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ്. സോ സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക. സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ. അങ്ങനെയും ചോദിക്കാറുണ്ട് സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സർഫസ് ടെൻഷൻ ഇൻ എ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ഓഫ് ഡയമീറ്റർ 60 mm when the inside pressure is 6 Newton per meter square above the atmospheric pressure. സോ ഇവിടെ പറഞ്ഞത് ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ആണ്. ലിക്വിഡ് ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പോൾ P is equal to 4 sigma by D എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ടത് സിഗ്മയാണ്. സിഗ്മ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി P into D divided by 4 എന്നാവും. P എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻ എക്സസ് ഓഫ് ദി ഔട്ട്സൈഡ് പ്രഷർ എന്നാണ്. ഇറ്റ് ഈസ് 6 into D എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ ആണ്. ഡയാമീറ്റർ mm-ലാണ്. അത് നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. 10 raised to minus 3 divided by 4. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.09 ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. Find the surface tension in a soap bubble of diameter 20 mm when the inside pressure is 4 Newton per meter square above atmospheric pressure. സോ ഇവിടെ സോപ്പ് ബബിൾ കാണാനാണ് പറഞ്ഞത്. മുമ്പ് ചെയ്ത പോലെ തന്നെയാണ്. ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറുന്നേ ഉള്ളൂ. സോ ഇവിടെ കാണേണ്ടത് വീണ്ടും സർഫസ് ടെൻഷൻ തന്നെയാണ്. ഇറ്റ് വിൽ ബി P into D divided by 8 എന്ന് വരും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രഷർ ഇൻറ്റു D എന്ന് പറഞ്ഞാൽ 20 mm ആണ്. അത് നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇൻറ്റു 10 raised to minus 3 ഇട്ടു ഡിവൈഡ് ബൈ 8. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.01 ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ഇൻ കോൺടാക്ട് വിത്ത് എയർ അറ്റ് 20 degrees Celsius is 0.08 Newton per meter. The pressure inside the droplet of water is to be 0.02 Newton per centimeter square greater than the outside pressure. Calculate the outer diameter of the droplet of water. സോ ഇവിടെ പറഞ്ഞത് ഇക്വേഷൻ ഇത് സെയിം തന്നെയാണ്. ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ആണ്. അപ്പോൾ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് എന്ന് കേൾക്കാൻ തന്നെ ഇക്വേഷൻ ഓർമ്മ വരണം. P is equal to 4 sigma by D എന്നാണ് ഇക്വേഷൻ വരിക. ഇനി അവിടെ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. P ഇവിടെ കാണാൻ പറഞ്ഞത് ഡയാമീറ്റർ ആണ് കാണാൻ പറഞ്ഞത്. സോ ഡയാമീറ്റർ കാണണമെങ്കിൽ D is equal to 4 into sigma by P എന്നാവും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 into സർഫസ് ടെൻഷൻ പറഞ്ഞിട്ട് 0.08 എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിവൈഡ് ബൈ P എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.02. ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറിലാണ്. അത് നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 10 raised to 4 എന്ന് വരും. ഇൻറ്റു 10 raised to 4 എന്ന് വരും. ഓക്കെ, ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഇൻറ്റു 10 raised to 4 എന്ന് വരിക. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.6 mm എന്നാണ്. സോ ഓപ്ഷൻ സി ആണ്. സോ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക, ഇവിടെ കുറേ അനാവശ്യമായ കുറേ കാര്യങ്ങളൊക്കെ തരും. ഇങ്ങനെ 20 degree Celsius അല്ലെങ്കിൽ 28 degree Celsius എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറൊക്കെ തന്നിട്ട് വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ നോക്കും. ജസ്റ്റ് ഇതൊന്നുമില്ല. ഈ ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പോൾ 4 sigma by D എന്ന് കൊടുത്താൽ മതി. സോ ബബിൾ ആകുമ്പോൾ 8 sigma by D എന്ന് മാത്രം അങ്ങനെ കൊടുത്താൽ മതി. അല്ലാതെ ടെമ്പറേച്ചറൊക്കെ തരുന്നത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാനും നമ്മളെ പേടിപ്പെടുത്താനൊക്കെയാണ് തരുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യം, ദ പ്രഷർ ഔട്ട്സൈഡ് ദ ഡ്രോപ്ലെറ്റ് ഓഫ് വാട്ടർ ഓഫ് ഡയമീറ്റർ 0.04 mm ഈസ് 10 Newton per centimeter square. Calculate the pressure within the droplet if surface tension is given as 0.05 Newton per meter of water. സോ ഈ ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതെന്താന്ന് പറയാം. ഇവിടെ ഇപ്പം ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ആണ്. ഇവിടെ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ആകുമ്പോൾ ഇക്വേഷൻ സെയിം തന്നെയാണ്. 4 sigma by D തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, ഡ്രോപ്ലെറ്റ് ആണോ, അപ്പോൾ ഇക്വേഷൻ ഇതാണെന്ന് മനസ്സിലാക്കുക. ബബിൾ ആണെങ്കിൽ അത് 8 sigma by D എന്നാവും. അങ്ങനെയല്ല, ആ ഏതാണോ ക്രൈറ്റീരിയൻ അതിനുള്ള ഇക്വേഷൻ ആദ്യം എഴുതുക. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഓരോ കാര്യങ്ങൾ നോക്കാം. ഡയാമീറ്റർ പറഞ്ഞിട്ടുണ്ട്. ഡയാമീറ്റർ ഈസ് ഈക്വൽ ടു 0.04 mm. അത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 0.04 ഇൻറ്റു 10 raised to minus 3 മീറ്റർ എന്നാവും. ഇനി അടുത്തത് പറഞ്ഞത് പ്രഷർ ഔട്ട്സൈഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രഷർ ഔട്ട്സൈഡ് മുമ്പ് ചെയ്തതിലൊന്നും അങ്ങനെ പറയാത്തൊരു കാര്യമാണ്. പ്രഷർ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് 10 Newton per centimeter square എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 10 into 10 raised to 4 Newton per meter square എന്നാവും. ഓക്കെ, മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഇൻറ്റു 10 raised to 4 എന്ന് വരുന്നത്. ഇനി അടുത്ത് പറഞ്ഞത് സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിഗ്മ തന്നിട്ടുണ്ട് 0.05 Newton per meter എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണാൻ പറഞ്ഞത് കാൽക്കുലേറ്റ് ദ പ്രഷർ വിത്തിൻ ദ ഡ്രോപ്ലെറ്റ് എന്നാണ് പറഞ്ഞത്. ഡ്രോപ്ലെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ പ്രഷറിനെയാണ് കാണാൻ പറഞ്ഞത്. ഈ പ്രഷറിനെ ഞാൻ P' ആക്കിയിട്ട് നോട്ടേറ്റ് ചെയ്തു. അപ്പം ഇക്വേഷൻ ആണ് നേരത്തെ പറഞ്ഞു. ലിക്വിഡ് ഡ്രോപ്ലെറ്റ് P എന്ന് പറഞ്ഞാൽ ആ Pയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രഷർ ഇൻസൈഡ് ഡ്രോപ്ലെറ്റ്
in excess of outside pressure എന്ന് പറഞ്ഞു. ഔട്ട്സൈഡ് പ്രഷറിനേക്കാളും എത്രമാത്രം കൂടുതൽ ഉണ്ട് എന്നതാണ് പി എന്ന് പറയുന്ന വേർഡിനോട് അർത്ഥം വെക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ കാണാൻ പറഞ്ഞത് ഇൻസൈഡിലെ പ്രഷർ മാത്രമാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം ഈ പി എന്താണെന്ന് നോക്കാം. പി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു സിഗ്മ. സിഗ്മ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.05 ബൈ ഡി. ഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.04 ഇൻറ്റു 10⁻⁻3. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 5000 എന്നാണ് കിട്ടുക. 5000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടി. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞ് നോക്കുക, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞത് കാൽക്കുലേറ്റ് ദ പ്രഷർ വിത്തിൻ ദ ഡ്രോപ്ലെറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാവേണ്ട ഒരു ഐഡിയ പറയാം. ഔട്ട്സൈഡ് പ്രഷർ ഇപ്പം ഒരു സപ്പോസ് ഒരു 20 ആണെന്ന് വിചാരിക്കാം. ഇക്വേഷൻ വഴി കിട്ടുന്നത് നമുക്ക് എത്രമാത്രം എക്സസ് ഉണ്ട് എന്നാണ് പറയുന്നത്. എക്സസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് പ്രഷർ 20 ആണെങ്കിൽ എക്സസ് ഉള്ളത് 5 ആണെങ്കിൽ ഈ പി എന്ന് പറയുന്നത് ഈ 5-നെയാണ് പി എന്ന് പറയുന്നത്. അപ്പം പുറത്തുള്ളതിനേക്കാൾ എത്രമാത്രം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഉള്ളിലുള്ളത് മാത്രമല്ല, ഇൻസൈഡിലുള്ള പ്രഷർ അല്ല പറയുന്നത്, ഔട്ട്സൈഡിനേക്കാളും എത്രമാത്രം കൂടുതലുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ കാണാൻ പറഞ്ഞത് ഫൈൻഡ് ദ പ്രഷർ വിത്തിൻ ദ ഡ്രോപ്ലെറ്റ് എന്നാണ്. അപ്പം പ്രഷർ ഇൻസൈഡ് എന്നാണ് പറഞ്ഞത്. സോ ഇതിന്റെ അകത്തുള്ള പ്രഷർ എന്ന് പറഞ്ഞപ്പോൾ എത്ര ഉണ്ടാവും? ഇത് എക്സസ് ആണ്, പുറത്തുള്ളതിനേക്കാളും എക്സസ് ആണെന്നാണ് പറഞ്ഞത്. സോ എത്ര ഉണ്ടാവും? 20 + 5 എന്നായിരിക്കും. അപ്പോൾ 25 എന്നായിരിക്കും അവിടെ വാല്യൂ വരിക. അതേ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ പ്രഷർ ഇൻ എക്സസ് എന്ന് പറയുമ്പം പി ഈസ് ഈക്വൽ ടു കിട്ടിയ ഒരു വാല്യൂ പറഞ്ഞാൽ ഇറ്റ് ഈസ് 5000 പ്ലസ് തന്ന പ്രഷർ പറഞ്ഞാൽ ഇറ്റ് ഈസ് 10 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ്. അത് 10 × 10⁻⁴ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആക്കിയ. സോ ഇറ്റ് വിൽ ബി 10⁵ എന്നായി. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 10,105,000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുക. ഇത് സെന്റിമീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10.5 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുക. സോ ഓപ്ഷൻ എ ആണ് വരിക. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലാണ് നമുക്ക് ആ പിയുടെ കൺഫ്യൂഷൻ വരിക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പഠിക്കണം. ഇറ്റ് ഈസ് പ്രഷർ ഇൻസൈഡ് ദ ഡ്രോപ്ലെറ്റ് ഇൻ എക്സസ് ഓഫ് ദി ഔട്ട്സൈഡ് പ്രഷർ. പുറത്തുള്ള പ്രഷറിനേക്കാളും കൂടുതലുള്ള പ്രഷർ, അതാണ് പി. അല്ലാതെ ഈ ബബിളിന്റെ ഉള്ളിലുള്ള പ്രഷർ അല്ല പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ കാപ്പിലറി റൈസ് in a glass tube of 2 mm diameter when immersed vertically in water. Take surface tension as 0.05 Newton per meter. സോ ഇവിടെ കാപ്പിലാറ്റി റൈസ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് കാപ്പിലാറ്റി റൈസ് എന്ന് ആദ്യം പറയാം. നമ്മളൊരു വെള്ളത്തിൽ ഒരു സ്ട്രോ അല്ലെങ്കിൽ ചെറിയ ട്യൂബ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ട്രോയിലോട്ടോ അല്ലെങ്കിൽ ട്യൂബിലോട്ടോ വെള്ളം ഇങ്ങനെ എക്സ്ട്രാ കയറി വരും. ആ കയറി വരുന്ന ആ റൈസിനെയാണ് കാപ്പിലാറ്റി റൈസ് എന്ന് പറയുക. അപ്പം അതിനെ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന എച്ച് എന്ന് പറഞ്ഞ വേർഡോടാണ്. സോ ഈ ഫിഗറിൽ കണ്ടാൽ മനസ്സിലാവും, വാട്ടറിന്റെ കേസിൽ ഡയമീറ്റർ കുറഞ്ഞ ട്യൂബായപ്പം എച്ച് കൂടുതലായിരുന്നു, പക്ഷെ ഇവിടെ ഹൈറ്റ് കുറവാണ്. സോ കാപ്പിലറി റൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡയമീറ്റർ ഓഫ് ട്യൂബിനാണ്. ഡയമീറ്റർ കൂടുന്തോറും കാപ്പിലറി റൈസ് കുറയുന്നതാണ് പറയുക. ഇത് വാട്ടറിന്റെ കേസിലാണ് പറഞ്ഞത്. പക്ഷെ മെർക്കുറിയുടെ കേസിൽ ഇത് അങ്ങനെയല്ല. മെർക്കുറിയിൽ ഇവിടെ വരുന്നത് ഡിപ്പാണ്, കാപ്പിലറി റൈസ് അല്ല, കാപ്പിലറി ഡിപ്പാണ് വരുന്നത്. അതായത് ഹൈറ്റ് കുറയാണ് ചെയ്യുന്നത്, -h ആണ് വരിക. അവിടെ ഹൈറ്റ് കുറയാണ് ചെയ്യുന്നത്. മെർക്കുറിയുടെ പ്രോപ്പർട്ടി കാരണമാണ്, അങ്ങനെ വെറ്റിംഗ് പ്രോപ്പർട്ടിയുടെ ഒരു കാരണം കൊണ്ടാണ് മെർക്കുറി ഡിപ്പ് കാണിക്കുന്നത്. ഈ ഒരു കാപ്പിലറി ആക്ഷൻ വഴിയാണ് ഈ പ്ലാന്റ്സ് എല്ലാം സോയിൽ നിന്ന് വെള്ളം അബ്സോർബ് ചെയ്യുന്നത്. റൂട്ട്സ് വഴി വെള്ളം ലീവ്സിലോട്ടും ബ്രാഞ്ചിലോട്ടൊക്കെ എത്തുന്നത് ഈ കാപ്പിലാറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിന വഴിയാണ്. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്നുണ്ട് ഈ കാപ്പിലാറ്റി വഴി. ഇനി ഈ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. കാൽക്കുലേറ്റ് ദ കാപ്പിലറി റൈസ് ഓഫ് എ ഗ്ലാസ് ട്യൂബ് ഓഫ് 2 mm ഡയ വെൻ ഇമേഴ്സ്ഡ് വെർട്ടിക്കലി ഇൻ വാട്ടർ. ടേക്ക് സർഫസ് ടെൻഷൻ ആസ് 0.05 ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ കാപ്പിലറി റൈസിന്റെ ഇക്വേഷൻ ആണ് H = 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ GD. അപ്പം എന്താണ് ഓരോ ടേംസ് നോക്കാം. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സർഫസ് ടെൻഷൻ, ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 0.05 ന്യൂട്ടൺ പെർ മീറ്റർ തന്നിട്ടുണ്ട്. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ദ ഗ്ലാസ് ട്യൂബും വാട്ടറും തമ്മിലുള്ള ആംഗിൾ ആണ്. അത് സാധാരണ വാട്ടറിന് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അത് 0 ആയിട്ടാണ് എടുക്കാറുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ cos 0 എന്താണ്? 1 ആണ്. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറി? H = 4 × സിഗ്മ ബൈ റോ GD എന്നായി. സോ വാട്ടറിന്റെ കേസിൽ ഇക്വേഷൻ പറഞ്ഞാൽ മതി H = 4 സിഗ്മ ബൈ റോ GD എന്നാണ്. ഇനി റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1000 kg/m3. സോ ഇവിടെ kg/m3 ആയി തന്നെ എടുത്താൽ മതി, അത് കൺവേർട്ട് ചെയ്യാൻ പോകണ്ട.
കഴിഞ്ഞൊരു വീഡിയോയിൽ സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡൈനാമിക് വിസ്കോസിറ്റി ന്യൂട്ടണിലും അതേപോലെ ഡെൻസിറ്റി എന്താ കിലോഗ്രാമിൽ എടുക്കുന്നത്, അപ്പോൾ കൺവേർട്ട് ചെയ്യണമല്ലോ എന്നുള്ള ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഡെറിവേഷനിൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഒരു കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു വസ്തുവിന് ഒരു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലേഷൻ കൊടുക്കാൻ പറ്റുന്ന ഫോഴ്സിനെയാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. സോ ആ ഒരു ഡെറിവേഷൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ന്യൂട്ടൺ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം അവിടെ ഡൈനാമിക് വിസ്കോസിറ്റി ന്യൂട്ടണിലും അതേപോലെ ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ തന്നെ എടുത്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ അങ്ങനെ തന്നെയാണ്, ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിട്ട് തന്നെ എടുത്താൽ മതി. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടി ഞാൻ 10 എടുത്തു. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡയാമീറ്റർ ഓഫ് ദ ട്യൂബ്. ഇവിടെ 2 mm ആണ്. 2 mm മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 2 × 10⁻³ മീറ്റർ ആയി. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ നേരത്തെ ഞാൻ പറഞ്ഞ ഇത് മനസ്സിലാവും. ഇവിടെ ഡയാമീറ്റർ ഡിനോമിനേറ്ററിലാണ്, അപ്പോൾ ഡയാമീറ്റർ കൂടുന്തോറും ഹൈറ്റ് കുറയും. അപ്പോൾ ആ ഒരു ഫിനോമിനാണ് ഇവിടെ വരുന്നത്. സോ ഡയാമീറ്റർ കൂടുന്തോറും ഹൈറ്റ് കുറയും. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. H is equal to 4 × sigma 0.05 divided by rho that is 1000 into G that is 10 into D 2 × 10⁻³ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1 സെൻറ്റിമീറ്റർ എന്നാണ്. സോ ഓപ്ഷൻ ബി ആണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ capillary rise in a glass tube of 4 mm dia when immersed vertically in mercury. Take surface tension as 1 Newton/meter. ഇവിടെയും ഇക്വേഷൻ സെയിം തന്നെയാണ്, പക്ഷേ ചില ചേഞ്ചസ് വരും. അതിൽ ഫസ്റ്റ് ചേഞ്ച് ആണ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിനായിരുന്നു 0, മെർക്കുറിക്ക് അത് വരിക 128 ഡിഗ്രി എന്നാണ് വരിക. സോ ഈ ഒരു വാല്യൂ അറിഞ്ഞിരിക്കണം. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ആംഗിൾ വെറ്റിംഗ് ആംഗിൾ മെർക്കുറിക്ക് എത്രയാണ് വരുന്നത് ചോദിക്കാറുണ്ട്. 120 ഡിഗ്രി തന്നെയാണ്. അപ്പം ഇവിടെ അറിയേണ്ടത് കോസ് 128 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് PSC ഹാളിൽ നിന്ന് നമുക്ക് 128 കോസ് 120 ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ SSC അല്ലെങ്കിൽ RRBക്കൊക്കെ കുഴപ്പമൊന്നുമില്ല, അതിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഈ മെർക്കുറിയുടെ ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ PSCക്ക് അങ്ങനെ ചോദിക്കാറില്ല. അതിന് കാരണം ഇതാണ്, 120 ഡിഗ്രിയുടെ ഒരു ഇതാണ് ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷേ ഈ വാല്യൂ അറിഞ്ഞിരുന്നാൽ മതി. എന്നാൽ അഥവാ അത് ചോദിക്കുകയാണെങ്കിൽ PSCക്ക് കിട്ടും. SSCക്കൊക്കെ എന്തായാലും ചോദിക്കാറുണ്ട്. PSCക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഈ വാല്യൂ എന്ന് അറിഞ്ഞിരിക്കുക. കോസ് 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ -0.61 ആണ്. ഇനി അടുത്തത് റോ എന്നാണ്. ഡെൻസിറ്റി ഓഫ് മെർക്കുറി എന്തായാലും അറിയണം, വാട്ടറിന്റെ പോലെ തന്നെ ഡെൻസിറ്റി ഓഫ് മെർക്കുറി അറിയണം. ഇറ്റ് ഈസ് 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഈ വാല്യൂ അറിയണം. ജി 10 തന്നെയാണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 4 mm, ദാറ്റ് ഈസ് 4 × 10⁻³ മീറ്റർ. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. H is equal to 4 × സിഗ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. 1 × -0.61 ഡിവൈഡ് ബൈ റോ ദാറ്റ് ഈസ് 13,600 ഇൻറ്റു ജി 10 ഇൻറ്റു ഡി 4 × 10⁻³ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് -0.4 സെൻറ്റിമീറ്റർ എന്നാണ്. സോ ഓപ്ഷൻ സി ആണ്. ഇവിടെ കണ്ട് മനസ്സിലാവും, ഇവിടെ മൈനസ് വാല്യൂ ഒന്നുണ്ട്. അപ്പോൾ മൈനസ് വാല്യൂ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അതായത് ഡിപ്പാണ് മെർക്കുറിക്ക് വരുന്നത്. അതുകൊണ്ടാണ് അതായത് മെർക്കുറി ലെയർ ഇങ്ങനെയാണെങ്കിൽ അതിൽ സ്ട്രോയിലിൻ്റെ ട്യൂബ് ഇടുമ്പം അത് ഈ ഹൈറ്റ് കുറയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ആ ഡിപ്പ് വരുന്നത്. സോ അതുകൊണ്ടാണ് അവിടെ മൈനസ് വാല്യൂ വരുന്നത്. സോ കോസ് 120 ആയതുകൊണ്ടാണ് അവിടെ അങ്ങനെ മൈനസ് വാല്യൂ വരാൻ കാരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the capillary rise in the glass tube is not to exceed 2 mm of water. Determine its minimum size if the surface tension for water is 0.05 Newton/meter. സോ ഇവിടെ കാണാൻ പറഞ്ഞത് മിനിമം സൈസ് ആണ്, ഡയമീറ്റർ ആണ് കാണാൻ പറഞ്ഞത്. കാപ്പില്ലറൈസ് പറഞ്ഞിട്ടുണ്ട് 2 mm കൂടാൻ പാടില്ല, സർഫസ് ടെൻഷൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് അതിൻ്റെ ഡയമീറ്റർ? സോ ഈ സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. D is equal to 4 sigma cos theta by rho into G into H എന്നാവും. അപ്പം 4 ഉണ്ട്, സിഗ്മ എന്ന് പറഞ്ഞാൽ 0.05 ആണ്. കോസ് തീറ്റ വേണ്ട, കാരണം വാട്ടർ ആണ്. അപ്പോൾ കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം കോസ് തീറ്റയുടെ ആവശ്യം വരുന്നില്ല. ഡിവൈഡ് ബൈ 1000 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 10 ആക്കി എടുത്തു, ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാപിറ്റലൈസ് 2 ആണ്. അത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇറ്റ് വിൽ ബി 10⁻³ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1 സെൻറ്റിമീറ്റർ എന്നാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരിക. സോ ഇന്ന് ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. സർഫസ് ടെൻഷൻ ചോദിക്കാറുണ്ട്. സർഫസ് ടെൻഷനും ക്യാപിറ്റൽ റൈസും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ഇക്വേഷൻ അതേപോലെ തന്നെ ചോദിക്കാറുണ്ട്. അതേപോലെ അതിൻ്റെ ഇതേപോലെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ് ചോദിക്കുക. വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ആ ഇക്വേഷൻ അറിഞ്ഞാൽ ഇപ്പോൾ സോപ്പ് ബബിൾ ആകുമ്പോൾ എന്താണ്, വാട്ടർ ജെറ്റ് ആകുമ്പോൾ എന്താണ്, അതേപോലെ വാട്ടർ ഡ്രോപ്ലെറ്റ് ആകുമ്പോൾ എന്താണ്, പിന്നെ ക്യാപിറ്റൽ റൈസിനുള്ള ആകെ ഒരു ഇക്വേഷനേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്, അതേപോലെ പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്.
പിന്നെ സർഫസ് ടെൻഷൻ അപ്ലിക്കേഷൻ കുറച്ച് ഡിസ്കസ് ചെയ്തു, അതും ചോദിക്കാറുണ്ട്. ഡിറ്റർജന്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പ്രോപ്പർട്ടിയിലാണ് ഡിറ്റർജന്റ് ആക്ഷൻ നടക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. സർഫസ് ടെൻഷനാണ് നടക്കുന്നത്. ഇനി കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കീപ് ഷെയറിംഗ് ദ വീഡിയോ.